ഞാനിന്ന് പറയാൻ പോകുന്നത് ലക്ഷ്യത്തെ പറ്റിയാണ്. നമ്മുടെ ജീവിത വിജയത്തിൻ്റെ അത്യാവശ്യ ഘടകമാണ് ലക്ഷ്യബോധം ഉണ്ടാവുക എന്നുള്ളത്. ലക്ഷ്യമില്ലാത്ത ജീവിതം തുഴയില്ലാത്ത തോണി പോലെയെന്നാണ് പറയുന്നത്. എത്തേണ്ട സ്ഥലത്തെത്താതെ, എത്തേണ്ട സമയത്തെത്താതെ ഏതെങ്കിലും തീരത്ത് അടിയും. ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടോ എന്ന്. അപ്പോൾ അവർ പറയും, അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഇല്ല എന്ന്. നമ്മുടെ കുട്ടികൾക്ക് ഒരു ലക്ഷ്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് അവർ പല പ്രശ്നങ്ങളിലും ചെന്ന് ചാടുന്നത്. ലക്ഷ്യമുണ്ടെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്ത് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ലക്ഷ്യങ്ങളില്ലെങ്കിൽ ആഗ്രഹങ്ങളുണ്ടോ? ആഗ്രഹങ്ങൾ അവർക്കുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആഗ്രഹങ്ങളെ എങ്ങനെയാണ് ലക്ഷ്യങ്ങളാക്കി മാറ്റുന്നത് എന്നൊന്ന് നോക്കാം. വൈറ്റ് പേപ്പർ എടുക്കുന്നു, സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരിക്കണോ, ഇരുന്ന ശേഷം നമ്മൾ നമ്മളുടേതായ രീതിയിൽ നമ്മുടെ പ്രൊഫഷൻസൊക്കെ എഴുതുവാണ്. നമ്മൾ ആകാൻ ആഗ്രഹിക്കുന്ന നമ്മളുടെ ലക്ഷ്യങ്ങൾ. അതിനകത്ത് ഡോക്ടർ ഉണ്ടാവാം, എൻജിനീയർ ഉണ്ടാവാം, പോലീസ്, ഡ്രൈവർ, ടീച്ചേഴ്സ്, നേഴ്സ്, എല്ലാ പ്രൊഫഷനും നമ്മൾ എഴുതി. അതിനുശേഷം നമ്മൾ കുറച്ച് ഫിൽട്ടർ ചെയ്ത് കളയുന്നു. ഫിൽട്ടർ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു സൈഡിൽ നമ്മളുടെ സ്കില്ല്, നമ്മുടെ പാഷൻ, നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തണം ഇത് എഴുതുമ്പോൾ. കാരണം എന്ന് പറഞ്ഞാൽ സോട്ട് അനാലിസിസ് എന്ന് പറയും. നമ്മളുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് നമ്മൾ തന്നെ അറിഞ്ഞിരിക്കണം. അതുകൂടി ഇതിനകത്ത് പരിഗണിക്കുക. നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളുടെയും വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ മടിയുണ്ട്, ദേഷ്യമുണ്ട്. അതുകൂടാതെ നമ്മളുടെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ, ഇതൊക്കെ നമ്മൾ പരിഗണിച്ചുകൊണ്ട് തന്നെ വേണം ഇതൊക്കെ എഴുതാൻ. അതിനുശേഷം നമ്മൾ വീണ്ടും ഫിൽട്ടർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ സ്കില്ലും പാഷനും നമ്മളുടെ കഴിവും കുറവും എല്ലാം പരിഗണിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ ഫിൽട്ടർ ചെയ്യുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ മ്യൂസിഷ്യൻ എഴുതിയിട്ടുണ്ട്, എൻ്റെ ഒരു പ്രൊഫഷൻ. എനിക്ക് പാട്ട് പാടാൻ സാധിക്കില്ല, എനിക്ക് പാട്ട് ആസ്വദിക്കാൻ മാത്രമാണ് പറ്റുള്ളൂ. അപ്പം നമ്മൾ ആ മ്യൂസിഷ്യനെ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല, അത് നമ്മൾ കട്ട് ചെയ്ത് കളയുക. കാരണം എന്താണ്, പാട്ട് പാടുക എന്നുള്ളതൊക്കെ ഒരു ജന്മസിദ്ധിയാണ്. അതിൻ്റെ പുറകെ നമുക്ക് പിന്നെ എത്ര പരിശ്രമിച്ച് നടന്നാലും എത്താൻ പറ്റുമെന്ന് തോന്നണില്ല. നമ്മൾക്ക് സമയം നഷ്ടപ്പെടുത്താമെന്നുള്ളൂ. അപ്പം നമ്മുടെ മെയിൻ പ്രൊഫഷൻ്റെ കൂടെ ഇത് വേണമെങ്കിൽ നമുക്കൊരു സൈഡായിട്ട് കൊണ്ടുപോകാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഫിൽട്ടർ ചെയ്തു. ഫിൽട്ടർ ചെയ്തതിന് ശേഷം വരുന്നതാണ് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ആ ലക്ഷ്യങ്ങളെ വീണ്ടും നമുക്കൊരു സ്മാർട്ട് ഗോളാക്കാം. നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ സ്മാർട്ട് ഗോൾ എന്ന്. നിങ്ങളുടെ ഗോൾ എപ്പോഴും സ്മാർട്ടായിരിക്കണമെന്ന്. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മുടെ ഗോൾ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ സ്പെസിഫൈ ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അറ്റൈനബിൾ ആയിരിക്കണം, റെലവൻ്റ് ആയിരിക്കണം, ടൈം ബൗണ്ടിൽ ആയിരിക്കണം. സ്പെസിഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള പ്രൊഫഷൻ എഴുതിയിട്ടുണ്ട്, അത് സ്പെസിഫൈ അല്ല. കാരണം ഡോക്ടർ പലതും ഉണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു എഞ്ചിനീയർ എന്ന് എഴുതിയിട്ടുണ്ട്, അത് സ്പെസിഫൈ അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിവിൽ എഞ്ചിനീയർ ആണോ ആവേണ്ടത്, മെക്കാനിക്കൽ എഞ്ചിനീയർ ആണോ, അങ്ങനെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് എഴുതുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു വണ്ടി മേടിക്കണം. ആ വണ്ടി 2 വീലർ ആവാം, 4 വീലർ ആവാം. അപ്പോൾ നമ്മൾ എഴുതുവാണ്, എനിക്ക് ഇന്നോവ കാറ് മേടിക്കണം, അതവിടെ സ്പെസിഫൈ ആണ്. അല്ലെങ്കിൽ ഞാൻ MBBS ഡോക്ടറാവും, അല്ലെങ്കിൽ ഞാനൊരു ഹോമിയോ ഡോക്ടറാവും, ഞാനൊരു ആയുർവേദ ഡോക്ടറാവും, അല്ലെങ്കിൽ ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആവും, ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആവും. അതാണ് അവിടെ സ്പെസിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. അടുത്തത് മെഷറബിൾ. മെഷറബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഗ്രോത്തിനെ അളക്കാൻ പറ്റുന്നതായിരിക്കണം. അല്ലെങ്കിൽ നമ്മളുടെ ഓരോ ദിവസത്തെ പ്ലാൻ്റെ ഔട്ട്കം അളക്കാൻ പറ്റുന്നതായിരിക്കണം നമ്മളുടെ ഗോൾ സെറ്റിങ്. മെഷറബിൾ എന്ന് പറഞ്ഞാൽ അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഞാനൊരു കഥ എഴുതാൻ പോവാണ്. ആ കഥ എനിക്ക് അറിയാം, ഒരു 100 പേജിൽ എനിക്ക് ആ കഥ ഒതുക്കണം എന്നുണ്ടെങ്കിൽ എനിക്കത് മെഷർ ചെയ്യാൻ പറ്റും. ഓരോ ദിവസം ഞാൻ എത്ര പേജ് എഴുതിയിട്ടുണ്ടെന്നുള്ളത്. ഇന്ന് 10 എഴുതിയിട്ടുണ്ടാവാം, 20 എഴുതിയിട്ടുണ്ടാവാം. അങ്ങനെ എനിക്ക് മെഷർ ചെയ്ത് ഒരു സമയത്തിനുള്ളിൽ അതെനിക്ക് തീർക്കാൻ സാധിക്കും. പിന്നെ അറ്റൈനബിൾ അല്ലെങ്കിൽ അച്ചീവബിൾ ആയിരിക്കണം. നമ്മളുടെ അതിനെ കൂടെ തന്നെ നമുക്ക് റെലവൻറ്റും ചേർക്കാം, അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ളതായിരിക്കണം. കാരണം എന്താണ്, ഞാനിപ്പോൾ ചിന്തിക്കുകയാണ് എനിക്ക് അമേരിക്കൻ പ്രസിഡൻ്റ് ആവണം. നമുക്കങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ എനിക്ക് ഒളിമ്പിക്സിൽ ഓടി സ്വർണം നേടണം, അങ്ങനെയുള്ള നമ്മളുടെ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളുടെ ഗോളിൽ നമ്മൾ എഴുതാതെ ഇരിക്കുക. റെലവൻ്റ് ആയിരിക്കുക. നമുക്ക് യുക്തിപൂർണമായ ഒരു കാര്യത്തിലൂടെ മാത്രമാണ് നമുക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ബാലിശമായ കാര്യങ്ങളൊക്കെ എഴുതുന്നു, നമ്മളത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സോട്ട് അനാലിസിസ് അല്ലെങ്കിൽ സെൽഫ് അനാലിസിസ്. നമ്മൾ എവിടെയാണ്, നമ്മളുടെ കുറവുകൾ എന്താണ്, നമ്മളുടെ നിറവുകൾ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ഇതൊന്ന് സ്പെസിഫൈ ചെയ്ത് എഴുതാൻ നിൽക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു, ഞാൻ സെറ്റ് ചെയ്യുന്ന ഗോള് സ്പെസിഫൈ ചെയ്തിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അച്ചീവബിൾ അറ്റൈൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, റെലവൻ്റ് ആയിരിക്കണം, എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയലിസ്റ്റിക് ആയിരിക്കണം, യുക്തിപൂർണമായിട്ടുള്ള ഒരു ഗോളായിരിക്കണം സെറ്റ് ചെയ്യുന്നത്. ഇതിനെല്ലാത്തിലും ഉപരി ടൈം ബൗണ്ട്, ഒരു ടൈം പാലിച്ചത് അത് കീപ്പ് ചെയ്യാനുള്ള കഴിവ് വേണം. എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ
6 മാസത്തെ ഒരു ഡിപ്ലോമ കോഴ്സ് ഞാൻ പഞ്ചവത്സര പദ്ധതി പോലെ പൂർത്തിയാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്കത് പറയാൻ പറ്റില്ല ഞാൻ സെറ്റ് ചെയ്ത് സ്മാർട്ട് ഗോളായിരിക്കും എന്ന്. അപ്പം നമ്മൾ ആഗ്രഹങ്ങളെ ഗോളാക്കി മാറ്റി, ഗോളിനെ സ്മാർട്ട് ഗോളാക്കി മാറ്റി, സ്മാർട്ട് ഗോളിനെ നമ്മളൊന്ന് റിയൽ വിഷൻ ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക. നമ്മൾ ആ ഗോളിനെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മളത് പുറകോട്ട് വലിക്കുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. നമ്മളെ ആ ഗോൾ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് യഥാർത്ഥ ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ അത് സ്കില്ലിനോട് ചേരുന്നതായിരിക്കും, പാഷനോട് ചേരുന്നതായിരിക്കും, എൻ്റെ സ്ട്രെങ്ത്തുമായിട്ട് ചേർന്ന് പോകുന്നതായിരിക്കും, എൻ്റെ വീക്ക്നെസ്സിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ളതായിരിക്കും ആ ഗോള്. അത് കഴിഞ്ഞ് എന്താണ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളതൊരു വിഷൻ ബോർഡിൽ എഴുതി വെച്ചിട്ട്, അന്ന് ഞാൻ ഗോളൊക്കെ സെറ്റ് ചെയ്തു, ഇനി ഒരു വിഷൻ ബോർഡിൽ എഴുതി വെച്ചേക്കാം എന്നുള്ളതല്ല, നമ്മളതിനു വേണ്ടി പരിശ്രമിക്കുക, കഠിനമായി പരിശ്രമിച്ച് നമ്മൾ ആ ഗോളിൽ എത്തിച്ചേരാൻ ശ്രമിക്കുക. ആ ഗോളായിരിക്കണം നമ്മുടെ ലഹരി. അങ്ങനെ ഒരു ഗോൾ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറോളം വരുന്ന ക്ലാസ്സാണ്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് എടുത്ത് ഒരു ചെറിയ വീഡിയോ ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു.